ഐതിഹ്യപെരുമയിൽ ഗുരുവായൂർ ആനയോട്ടം. ഇനി 10 നാൾ ഗുരുവായൂർ ഉത്സവലഹരിയിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയില്ലാതിരുന്ന ഒരു കാലത്ത് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആന ഓടി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി എന്നാണ് വിശ്വാസം. ആ വിശ്വാസപ്പെരുമയുടെ തുടർച്ചയായാണ് ഗുരുവായൂരിൽ ഉത്സവത്തിന് മുന്നോടിയായി എല്ലാ വർഷവും ആനയോട്ടം നടത്തുന്നത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനമണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യാവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുടക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയായ കൊമ്പനെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. വളരെ ആവേശപൂർവമായിട്ടുള്ള ആനയോട്ട മത്സരത്തിൽ 3 ആനകളാണ് പങ്കെടുത്തത്. അതിനകത്ത് രവികൃഷ്ണൻ ആണ് ഒന്നാമത് എത്തിയത്. രാത്രി കൊടിയേറുന്നതോടുകൂടി ഉത്സവങ്ങൾക്ക് തുടക്കമായി. ഇനി അങ്ങോട്ടുള്ള 9 രാവുകൾ 9 പകലുകൾ അത് ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം, ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ഉത്സാഹത്തിൻ്റെ നാളുകളാണ്. എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഭരണസമിതി ഇപ്പോഴ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള സഹകരണമാണ് ഗുരുവായൂരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവം കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള 10 നാളുകൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിലായിരിക്കും. TCVക്ക് വേണ്ടി ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ സുബൈറിനും ആഷിഖിനും റോയ്ക്കുമൊപ്പം മുകേഷ് ലാൽ.